റേഷൻ പ്രതിസന്ധിയും വരൾച്ചയും നേരിടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനായാണ് സർവകക്ഷി യോഗം വിളിച്ചത്. വരൾച്ച നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലും സംസ്ഥാനത്തിനാവശ്യമായ റേഷൻ വിഹിതം നേടിയെടുക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം യോഗത്തിൽ വിമർശിച്ചു. ഗവൺമെന്റ് ഇത് വലിയ ഗൗരവത്തിൽ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കളക്ട്രേറ്റുകളിലൊന്നും വേണ്ടത്ര ഫണ്ട് എത്തിയിട്ടില്ല. വിഹിതം എല്ലാ കാലത്തും വെട്ടിക്കുറച്ചിട്ടുണ്ട്. അഡീഷണൽ കോട്ട വാങ്ങാൻ കേരള ഗവൺമെന്റിന് കഴിഞ്ഞില്ല. കുടിവെള്ള വിതരണത്തിന് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. കുളങ്ങളും കിണറുകളും പുനരുജ്ജീവിപ്പിക്കും. അത്യാവശ്യത്തിന് കുഴൽക്കിണറുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ വെള്ളം വിൽക്കുന്നതിനായി കുഴൽക്കിണർ നിർമ്മിക്കാൻ അനുവദിക്കില്ല. വരൾച്ച നേരിടാൻ അധിക വിഹിതം, റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി ഉന്നയിക്കാൻ സർവകക്ഷി സംഘം ഡൽഹിക്ക് പോകും. 2 ലക്ഷത്തോളം മെട്രിക് ടണ്ണിന്റെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ നേരത്തെയുള്ള ഭക്ഷ്യവിഹിതം അനുവദിച്ച് നൽകണം എന്ന ആവശ്യം സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി നിവേദന രൂപത്തിൽ നൽകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ വരൾച്ചാ പ്രതികരണ നിധിയിൽ നിന്ന് 991 കോടി രൂപ അധിക സഹായം ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.